ഹായ് നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് 2022 PSC നടത്തിയ പ്രിലിംസ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ആട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് മലയാളം മിഷൻ ആണ്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച സംരംഭമായിരുന്നു ഇത് മലയാളം മിഷൻ. ഇനി മലയാളം മിഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ 2009 2009 മലയാളം മിഷൻ ആരംഭിക്കുന്നത്. മലയാള ഭാഷയുടെ സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സംരംഭമായിരുന്നു ഇത് മലയാളം മിഷൻ. ആരംഭിച്ച വർഷം ഓർത്തു നോക്കുക, 2009. രണ്ടാമത്തെ ചോദ്യം: മീശ എന്ന നോവൽ രചിച്ചത് ആരായിരുന്നു മീശ എന്ന നോവൽ രചിച്ചത്? ഓപ്ഷൻ ഡി ആണ്, എസ് ഹരീഷ് ആണ്. മൂന്നാമത്തെ ചോദ്യം: കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? കെ ഫോൺ പദ്ധതി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കെ ഫോൺ എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് കെ ഫോൺ എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം: ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്ന് മുതൽ 1951 മുതലാണ് എന്ത് ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. ഏത് രാജ്യത്തുനിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയമിന്റെ കടമെടുത്തത്? അത് റഷ്യയിൽ നിന്നാണ് അല്ലെ. റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. ഇനി COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതായിരുന്നു? ആരോഗ്യ സേതു അല്ലെ. ആരോഗ്യ സേതു കേന്ദ്ര ഗവൺമെന്റിന്റെ ആപ്പായിരുന്നു ഇത് ആരോഗ്യ സേതു. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരുന്നു ഇത് നമ്മുടെ ആരോഗ്യ സേതു എന്ന് പറയുന്നത്. ഇനി കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്, തൃശ്ശൂരിലാണ് അല്ലെ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തൃശ്ശൂരാണ്. ഇനി അർജുൻ അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ്? അർജുൻ അവാർഡ് നേടിയ അങ്കിത് റെയ്നയുടെ കായിക ഇനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, ടെന്നീസ് താരമാണ് ആര്? അങ്കിത് റെയ്ന. എട്ടാമത്തെ ചോദ്യം: കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമുണ്ട്, ശിശു പോഷകാഹാരമുണ്ട്, വനിതാ ശാക്തീകരണം, അതുപോലെ വായ്പാ വിതരണം. ഇതിൽ ഏതൊക്കെയാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, അതായത് 1ഉം 3ഉമാണ്. ഒന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ വനിതാ ശാക്തീകരണവുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഏതിന്റെ? കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? തന്നിരിക്കുന്നതിൽ സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാ? ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ടയായിരുന്നു. പത്താമത്തെ ചോദ്യം: ISROയുടെ നിലവിലെ ചെയർമാൻ ആരാ? എസ് സോമനാഥ് അല്ലെ. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാ? എസ് സോമനാഥ് ആണ്. 11ാമത്തെ ചോദ്യം: വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതായിരുന്നു അത്? ഓപ്ഷൻ സി ആണ് അല്ലെ, ഡെക്കാൻ പീഠഭൂമിയാണ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഇത് ഡെക്കാൻ പീഠഭൂമി. 12ാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകളാണ്. പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1 സൗരോർജ്ജം, 2 ജൈവവാതകവും സൗരോർജ്ജവും, 3 കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. ഇതിൽ ഏതൊക്കെയാ പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. ഇത് 3 എന്ത് തന്നെയാണ്? പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകളാണ് അല്ലെ. സൗരോർജ്ജം, ജൈവവാതകം, അതുപോലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. 13ാമത്തെ ചോദ്യം: ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? ചൈന അതിർത്തി പങ്കുവെക്കുന്നുണ്ട്, നേപ്പാൾ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട് അല്ലെ. 4 രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് എവറസ്റ്റ്. 15ാമത്തെ ചോദ്യം: മണിക്കാരനല്ല, ശരിക്കും മണികിരൺ ആട്ടോ. മണികിരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഹിമാചൽ പ്രദേശിലെ. ഹിമാചൽ പ്രദേശിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മണികിരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യം: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാ? ഉത്തര മഹാസമതലമാണ് അല്ലെ. ഉത്തര മഹാസമതലം. ഓപ്ഷൻ എ ആണ്, ഉത്തര മഹാസമതലം. 17 ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ഏതാ?
ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ആണ് ഇത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 18 ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാ 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖയാണ് അല്ലെ. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാത ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാത ഏതാ? ഓപ്ഷൻ ബി ആണ് NH44 ആണ്. 20ാമത്തെ ചോദ്യം, മുംബൈയിനെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റെയിൽവേ ശൃംഖല ഏതാണ്? മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റെയിൽവേ ശൃംഖല ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് കൊങ്കൺ റെയിൽവേ ആണ്. 21 അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാ? 1955 22ാമത്തെ ചോദ്യം, പൗരന്മാരെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വെക്കുന്നതിനെതിരായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റിട്ടുകൾ എന്ന പേരിലാണ് അല്ലെ. റിട്ടുകളാണ്. റിട്ടുകളിൽ തന്നെ പൗരന്മാരെ നിയമവിരുദ്ധമായിട്ട് വെക്കുന്നതാണെങ്കിൽ ഏതാ? ഹേബിയസ് കോർപ്പസ് ആണല്ലേ. ഓപ്ഷൻ എ ആണ് ഹേബിയസ് കോർപ്പസ് ആണ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? എത്ര മൗലിക അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? നമുക്ക് ഓപ്ഷൻ ഡി ആണ് 6 മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത് അല്ലെ. 24 മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു? ഓപ്ഷൻ ബി ആണ് 42ാം ഭേദഗതിയിലൂടെയാണ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന 1947 ജൂലൈ 22-നാണ്. 26ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഇത്? ഗംഗാ നദി. 27 ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാ? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് അല്ലെ. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഇനി 28ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര സെക്കൻഡാ? 52 സെക്കൻഡ് ആണ്. 29ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? രംഗനാഥ് മിശ്രയാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. 30ാമത്തെ ചോദ്യം, 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? 1990 വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതായിരുന്നു? MKSS അല്ലെ, അല്ലെങ്കിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ ആണ്. ഓപ്ഷൻ ഡി ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. 31ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് സംഘടനകളും അത് സ്ഥാപിച്ച വ്യക്തികളും. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാ? ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് അല്ലെ. രാജാറാം മോഹൻ റോയ് ആണ് ഏത് സ്ഥാപിക്കുന്നത്? ബ്രഹ്മസമാജം. ആര്യ സമാജമാണെങ്കിൽ ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ ആണ്. പഠിച്ചു നോക്കുക. ബ്രഹ്മസമാജം ആരാ? രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ആരാ? കേശവ് ചന്ദ്ര സെൻ ആണ്. 32ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് അല്ലെ. ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇനി 33ാം ചോദ്യം, സാന്താൾ കലാപം നടന്ന വർഷം ഏതാണ്? സാന്താൾ കലാപം നടന്ന വർഷം ഓപ്ഷൻ ബി ആണ് 55-56 കാലഘട്ടത്തിലാണ്. 1855-56 കാലഘട്ടത്തിൽ. 34ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് അറിയപ്പെടുന്ന പ്രദേശമാണ്. ഓപ്ഷൻ സി ബംഗാളാണ്. 35 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളിയാണ് ആര്? സി ശങ്കരൻ നായർ. 36ാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നായിരുന്നു? 1857 മെയ് 10 അല്ലെ. ഓപ്ഷൻ ഡി ആണ് 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. 37ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. ഓപ്ഷൻ ഡി ആണ് 1942 ഓഗസ്റ്റ് 9.
38ാമത്തെ ചോദ്യം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ്. 39 സ്വാതന്ത്ര്യത്തിന് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ മുന്നേറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലായിരുന്നു? ഓപ്പറേഷൻ വിജയ് ആണ്. ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ്. 40ാമത്തെ ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലിയാണ് അല്ലെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1953 41ാമത്തെ ചോദ്യം കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാ? ഓപ്ഷൻ എ ആണ്, മംഗളവനമാണ് അല്ലെ. കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? നമ്മുടെ മംഗളവനമാണ്. മംഗളവനം ഏത് ജില്ലയിലാ? എറണാകുളം ജില്ലയിലാ കേട്ടോ. 42 സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായിട്ട് നിലനിർത്തുന്നത് എന്താ? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. 43 കേരളത്തിലെ ഏക ശുദ്ധജല തടാകമാണ് ഏത്? ഏക ശുദ്ധജല തടാകമല്ല, ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? നമ്മുടെ ശാസ്താംകോട്ട കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ശാസ്താംകോട്ട. കേരളത്തിലെ ഏക എന്നുള്ളത് തെറ്റും അല്ല, ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട. ശാസ്താംകോട്ട ഏത് ജില്ലയിലാ? കൊല്ലം ജില്ലയിലാണ്. ഇനി 44ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 45ാമത്തെ ചോദ്യം മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഓപ്ഷൻ ഡി ആണ്, ആലപ്പുഴയാണ്. 46 കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാ? മറയൂർ അല്ലെ. ഓപ്ഷൻ സി, ഇടുക്കി ജില്ലയിലെ മറയൂരാണ്. 47ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ലയാണ്. ഓപ്ഷൻ സി, എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി അല്ലെ, 244 കിലോമീറ്റർ. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ഇനി സംസ്ഥാനത്ത് 8 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സ്പ്ലാഷ് ആണ്. ഓപ്ഷൻ ഡി, സ്പ്ലാഷ് ആണ്. 51ാമത്തെ ചോദ്യം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ഓപ്ഷൻ എ ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 52ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാ ഉൾപ്പെടാത്തത്? അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടാത്തത്. കയ്യൂർ ലഹള ഉൾപ്പെട്ടതാണ്. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപ്പു സത്യാഗ്രഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേലുത്തമ്പി കലാപം എന്ത് ചെയ്തിട്ടില്ല? സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. 53ാമത്തെ ചോദ്യം ആദിഭാഷ എന്ന ഗ്രന്ഥം രചിച്ചതാരാ? ഓപ്ഷൻ സി ആണ്, ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. 54ാമത്തെ ചോദ്യം പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാ? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമായിരുന്നു ഇത്, പൂക്കോട്ടൂർ ലഹള. 55ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഗ്രൂപ്പിൽ പെടാത്ത ഒറ്റപ്പെട്ടത് ഏതാണ്? ദൈവദശകമുണ്ട്, ദർശനമാലയുണ്ട്, ശിവശതകമുണ്ട്, നിജാനന്ദ വിലാസമുണ്ട്. ഏതാ? ഓപ്ഷൻ ഡി ആണ്. ബാക്കിയൊക്കെ ആരുടെ കൃതികളാ? SNGയുടെ അല്ലെ, ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് ഏതൊക്കെ? ദൈവദശകം, ദർശനമാല, ശിവശതക അല്ലെ. നിജാനന്ദ വിലാസാര ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട കൃതിയാണ് ഏത്? നിജാനന്ദ വിലാസം. 56 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരാണ് അല്ലെ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ആയിരുന്നു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത്. 57ാമത്തെ ചോദ്യം ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയായിരുന്നു? 1936 തൃശ്ശൂരിലാണ് ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത്. 58ാമത്തെ ചോദ്യം സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാ? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് അല്ലെ. 1907 അയ്യങ്കാളിയാണ് ഏത് സ്ഥാപിക്കുന്നത്? സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. ഇനി കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആര്?
പണ്ഡിറ്റ് കറുപ്പനാണ്. 60ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് സവർണജാഥ അല്ലെ. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 61ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാനപ്പെട്ട വിസർജന അവയവം? ഏതായിരുന്നു പ്രധാനപ്പെട്ട വിസർജന അവയവം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് വൃക്കകളാണ്. 62ാമത്തെ ചോദ്യം, ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്തെടുക്കുന്ന പ്രക്രിയകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? അതായത് നമ്മൾ നിശ്വാസമുണ്ട്, ഉച്ഛ്വാസമുണ്ട് അല്ലെ. നിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ശ്വാസം പുറത്തേക്ക് വിടുന്ന അവസ്ഥയാണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? വായു പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. ഒന്നാമത്തെ പ്രസ്താവന ശരിയാ. അപ്പൊ നമ്മൾ ഒന്നില്ലാത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടാം. 2, ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്, ചുരുങ്ങുകയാണല്ലേ ചെയ്യുന്നത്. അപ്പൊ 2ാമത്തെ പ്രസ്താവന തെറ്റാ. നമുക്ക് 2 ഓപ്ഷൻസ് വെട്ടാം. അതും നമ്മൾ വെട്ടി. 3ാമത്തത്, ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. അതെന്താണ്? അതും ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെ. 3ാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. വായുമർദ്ദം എന്ത് ചെയ്യുന്ന? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. അതായത് നിശ്വാസ സമയത്ത് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുകയാണ് ചെയ്യുന്നത്. 63ാമത്തെ ചോദ്യം, ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഏതാ? ഓപ്ഷൻ ഡി ആണ്. ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. 64ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഓപ്ഷൻ ബി ആണ് നിപ്പയും എയ്ഡ്സുമാണ് അല്ലെ. നിപ്പയും എയ്ഡ്സുമാണ്. നിപ്പ വൈറസ്, എയ്ഡ്സിന് ഏതാ? HIV വൈറസ് അല്ലെ. 65ാമത്തെ ചോദ്യം, സർക്കാർ ഹോസ്പിറ്റലുകളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിയിട്ട് അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ഇത്? ആർദ്രം മിഷൻ ആണ്. 66, ചുവടെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാണ്? ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണ് നൈട്രജൻ അല്ലെ. നൈട്രജൻ ആണ്. ഹരിതഗൃഹ വാതകങ്ങളാണ് ഏതൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ന്, CFC ഒക്കെ എന്താണ്? ഹരിതഗൃഹ വാതകങ്ങളാണ്. 67, വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ വനനശീകരണത്തിന് കാരണമാകാത്തത് ഓപ്ഷൻ ഡി ആണ് സസ്യപരിപാലനം. 68, ചുവടെ തന്നിരിക്കുന്നത് വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഓപ്ഷൻ സി പെട്രോൾ ആണ്. 69, കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ ഇനം ഏതാണ്? തന്നിരിക്കുന്നതിൽ മികച്ച പാവൽ ഇനം ഏതാ? ഓപ്ഷൻ ബി ആണ് പ്രിയങ്ക അല്ലെ. പ്രിയങ്ക എന്തിന്റെ ഇനമാ? പാവലിന്റെ ഇനമാണ്. 70, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കോഴിക്കോടാണ് അല്ലെ. 71ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായിട്ടുള്ള പ്രസ്താവന. തെറ്റാണ് വേണ്ടത്. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോണ്. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലെ. നമ്മളോട് തെറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടാം. ശരിക്കും ഓപ്ഷൻ എ വെട്ടി. 2ാമത്തത്, ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. അപ്പോൾ 2 ഓപ്ഷൻസ് നമുക്ക് വെട്ടാം. ഓപ്ഷൻ ബിയിൽ 2 ഉണ്ട്, ഓപ്ഷൻ സിയിൽ 2. നമ്മൾ ആൻസർ ഏതേ ഉള്ളൂ? ഇനി 4 മാത്രം എന്നുള്ളതേ ഉള്ളൂ അല്ലെ. ഇനി നമുക്ക് പഠിക്കാം. എന്തായാലും ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഏത്? ഇലക്ട്രോണ്. ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ന്യൂട്രോണ്. പോസിറ്റീവ് ആണ് ഏത്? പ്രോട്ടോണ്. ഇനി ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണത്തെയാണ് എന്ത് പറയുന്നത്? അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയതാരാ? ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയതാരാ? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അല്ലെ. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. 4ാമത്തെ പ്രസ്താവന അത് തെറ്റായ പ്രസ്താവനയാണ്. എന്താ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഐസോടോപ്പ് അല്ലേ. അതായത് ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആണെങ്കിൽ ഏതാ? അത് ഐസോടോപ്പ് ആണ്. 72ാമത്തെ ചോദ്യം, സിങ്ക് ബ്ലൈൻഡിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? സിങ്ക് ബ്ലൈൻഡിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന
മാർഗം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് പ്ലവന പ്രക്രിയ കേട്ടോ. പ്ലവന പ്രക്രിയയാണ്. 73ാമത്തെ ചോദ്യം, കാൽസ്യത്തിന്റെ ബാഹ്യതമാ ഷെല്ലില് ഷെൽ നമ്പർ എത്രയാണ്? കാൽസ്യത്തിന്റെ ബാഹ്യതമാ ഷെല്ലിന്റെ ഷെൽ നമ്പർ എത്രയാന്ന് ചോദിച്ചാൽ എത്രയാ? ഓപ്ഷൻ എ ആണ് 4 ആണ് കേട്ടോ. ഓപ്ഷൻ എ 4 ആണ്. 74 ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇതൊക്കെ എന്താ ഹൈഡ്രജൻ്റെ അല്ലെ. അപ്പോൾ പിന്നെ ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? ഓപ്ഷൻ ബി ആണ് 1 ആണ് കേട്ടോ. ഓപ്ഷൻ ബി 1 ആണ്. ഇനി 75ാമത്തെ ചോദ്യം, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് സോഡിയം ബെൻസോയേറ്റ് ആണ്. 76 ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് 4 ഇരട്ടിയാകും. 77ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിന്റെ ഭാരം അല്ലെ. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് എന്ത്? ഭാരം എന്ന് പറയുന്നത്. 78 സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? ഇത് ആൻസർ ഇല്ല, ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 79ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? തന്നിരിക്കുന്നതിൽ തരംഗ ദൈർഘ്യം കൂടുതൽ ഏത് നിറത്തിനാണ്? ഓപ്ഷൻ എ ആണ് ഓറഞ്ചിനാണ് കേട്ടോ. തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏതിനാ? ഓറഞ്ചിനാണ്. 80ാമത്തെ ചോദ്യം, ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ഏതാണ്? ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ആണ് ഓപ്ഷൻ ബി കെൽവിൻ ആണ് അല്ലെ. ഊഷ്മാവ് അളക്കുന്നത് കെൽവിൻ ആണ്. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 1ാമത്തെ ചോദ്യം, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്? ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്? ഓപ്ഷൻ ഡി ആണ് ഹൃദയ രാഗങ്ങളാണ്. 2ാമത്തെ ചോദ്യം, ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ ബി ആണ് ടി.പി. ഔസേപ്പ് ആണ് കേട്ടോ. ടി.പി. ഔസേപ്പ്. 3ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഓപ്ഷൻ സി ആണ് ജഡായു. 4ാമത്തെ ചോദ്യം, ലോകത്തിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതായിരുന്നു? സിയാൽ അല്ലെ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ സിയാൽ ആണ്. 5ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ് സജി ചെറിയാന്. 6ാമത്തെ ചോദ്യം, നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ M.R. ബൈജു. 7ാമത്തെ ചോദ്യം, എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി ആണ് 13 ജില്ലാ ബാങ്കുകളെ സംയോജിപ്പിച്ചിട്ടാണ്. അതിൽ ലയിക്കാതിരുന്ന ഒരു ജില്ലാ ബാങ്ക് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ ബാങ്ക് ആയിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? മലപ്പുറം ബാങ്ക് എന്തിട്ടുണ്ട്? ഇതിൽ ലയിച്ചിട്ടുണ്ട്. 8ാമത്തെ ചോദ്യം, അന്നാബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ഓപ്ഷൻ സി ആണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ്. 9ാമത്തെ ചോദ്യം, ഡോക്ടർ ശോശമ്മ അയ്യപ്പന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് മറ്റുള്ളവ. അതായത് മറ്റുള്ളവ എന്നുള്ളതാണ്. അതായത് ഇവർക്ക് കിട്ടിയത് പിന്നെ പശുപരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ശോശാമ്മ അയ്യപ്പന് പത്മശ്രീ പുരസ്കാരം കിട്ടിയത് കേട്ടോ. മലയാളിയാണ്. പിന്നെ അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവിറോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവിറോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷം മുതലാണ്? ഓപ്ഷൻ എ ആണ് 2002 മുതലാണ്. 11ാമത്തെ ചോദ്യം, ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് അലൂമിനിയവും സിലിക്കണുമാണ്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. ഇതിൽ ആൻസർ ഇല്ല. ഡിസംബർ 5 ആണ് അല്ലെ. ഡിസംബർ 5-നാണ് എന്ത് ചെയ്യുന്നത്? മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്. 14ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വത നിരക്ക് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വതത്തിന് ഉദാഹരണം ഏതൊക്കെയാ? മടക്ക് പർവ്വതത്തിന് ഉദാഹരണം അറ്റ്ലസും ആൽപ്സും എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ മടക്ക് പർവ്വത നിരക്ക് ഉദാഹരണമാണ്. 15ാമത്തെ ചോദ്യം, കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന
പ്രതിഭാസത്തെ പറയുന്ന പേര് എന്താ? ഓപ്ഷൻ എ ആണ് മലവെള്ളപ്പാച്ചിലാണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക, ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ആ പ്രതിഭാസത്തെ പറയുന്ന പേരെന്താ? മലവെള്ളപ്പാച്ചിൽ എന്നാണ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഓപ്ഷൻ എ ആണ്, ഉത്തർപ്രദേശ് ആണ്. 17 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ സി ആണ്, നഗരമാണ് അല്ലെ. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയുമാണ് ഒരു ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന ഏത് പേരില? നഗരം എന്ന പേരിലാണ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ശരത് കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാണ്? ഇന്ത്യയിൽ ശരത് കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാ? ഓപ്ഷൻ ഡി ആണ്, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. 19ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. 20ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ? കാരക്കോറം, ലഡാക്ക്, സസ്കർ അല്ലെ. കാരക്കോറം, ലഡാക്ക്, സസ്കർ ഇവയാണ് ഏത്? നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ലഡാക്കും സസ്കറുമാണ് ഉള്ളത്. 21ാമത്തെ ചോദ്യം, താഴെ പറയുന്നവര് അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് വില്യം തേർഡ് ആണ്. ഓപ്ഷൻ ഡി ആണ്, വില്യം തേർഡ് ആണ്. 22ാമത്തെ ചോദ്യം, കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, നിലവിൽ കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് വെച്ചാൽ വി ഹരിനായർ കേട്ടോ. വി ഹരിനായർ ആണ്. ഇതിൽ ആൻസർ ഇല്ല, പുതിയ നിയമനമല്ലേ. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 450 × 300 mm ആണ്. 24ാമത്തെ ചോദ്യം, പൂർണ്ണമായിട്ടും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതപരമായിട്ടുള്ള ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഓപ്ഷൻ എ ആണ്, 28-ൽ 1 ആണ്. 25ാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 293 കേട്ടോ. ഇതൊക്കെ ഓർത്തു നോക്കുക. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇത്, 293. 26ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? തന്നതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കാത്തത് ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക് എന്നുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചവരാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര, രാജേന്ദ്ര ബാബു, അതുപോലെ MN വെങ്കിട ചെല്ലയ്യ. 27ാം ചോദ്യം, വിവരാവകാശ അപേക്ഷ നിരസിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാണ്? നമ്മളൊരു വിവരാവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിരസിക്കാൻ ആ ഓഫീസർക്ക് കൊടുക്കുന്ന വകുപ്പ് ഏത് വകുപ്പ് പ്രകാരമായിരിക്കും നമ്മുടെ അപേക്ഷ നിരസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, 8 പ്രകാരമായിരിക്കും. വകുപ്പ് 8 പ്രകാരമാണ്. 28ാമത്തെ ചോദ്യം, ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാണ്? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഇതേത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാന്ന് ചോദിച്ചാൽ ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്, അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 29ാമത്തെ ചോദ്യം, ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാ? ഓപ്ഷൻ ഡി ആണ്, 1989 നവംബർ 20 ആണ്. 30ാമത്തെ ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ എ ആണ്, 1 ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ് ഉള്ളത്. 31ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1895 1885 അല്ലെ 1885 ഏത് രൂപീകൃതമാകുന്നത്?
INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. 32ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഓപ്ഷൻ ഡി ആണ്, ചമ്പാരൻ സത്യാഗ്രഹമാണ്. 33ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. 34 സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ഫസൽ അലി അല്ലെ, ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് അറിയപ്പെടുന്നത്. 35 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ഓപ്ഷൻ സി ആണ്, കഴ്സൺ പ്രഭുവാണ്. 36 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? നാനാ സാഹിബ് എവിടെയായിരുന്നു? ഓപ്ഷൻ ബി ആണല്ലേ, കാൺപൂരിലാണ് ആര് നേതൃത്വം നൽകിയത്? നാനാ സാഹിബ് നേതൃത്വം നൽകിയത്. 37ാമത് ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ്, ഝാൻസി റാണി റെജിമെന്റ്. 38 സാന്താൽ കലാപം നടന്ന പ്രദേശം ഏതാണ്? സാന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്, രാജ്മഹൽ കുന്നുകളാണ്. 39 ചുവടെ തന്നിരിക്കുന്നതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മറാത്ത അല്ലെ, മറാത്ത ആരുടെ പത്ര? ബാലഗംഗാധര തിലകന്റെ പത്രമാണ്. 40ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് സഹായം നൽകിയത്. 41ാമത്തെ ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി, പാലക്കാട് ജില്ല അല്ലെ. 42 ചുവടെ തന്നിരിക്കുന്നതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാ? കബനി, ഭവാനി, പാമ്പാർ. ഇതിലേതാണുള്ളത്? കബനിയാണുള്ളത്. 43 കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ചിങ്ങം 1 അല്ലെ. ചിങ്ങം 1 കേരള കർഷക ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നുണ്ട്. 44 ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? കൊല്ലം ജില്ലയാണ്. 45 ചുവടെ തന്നിരിക്കുന്നതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ഓപ്ഷൻ ബി ആണ്, KM ബീനമോൾ ആണ്. 46ാമത്തെ ചോദ്യം, ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? ഓപ്ഷൻ ഡി ആണ്, തൃശൂർ ജില്ലയിലാണ്. 47 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. 48 കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? ഓപ്ഷൻ സി ആണ്, 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇനി 49ാമത്തെ ചോദ്യം, കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം? തൃശ്ശൂര്. 50 എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാരാണ്? എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാരാ? ഓപ്ഷൻ ബി ആണ്, പ്രൊഫസർ KV തോമസ് ആട്ടോ. പ്രൊഫസർ KV തോമസ് ആണ്. 51ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നടന്ന സംഭവമായിരുന്നു ഏത്? കീഴരിയൂർ ബോംബ് കേസ് അല്ലെ, കീഴരിയൂർ ബോംബ് കേസ്. 52 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? ഓപ്ഷൻ ഡി ആണ്, 1949 ഏത്? തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത്. 53ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി ആരാ? ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ C ശങ്കരൻ നായരാണ്. 54ാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ച വ്യക്തി ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാ? വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ബി, വാഗ്ഭടാനന്ദനാണ്. 55 വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിച്ചത് ആരായിരുന്നു? നമ്മുടെ ശ്രീനാരായണ ഗുരു ആണ്. ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരു. 56 ചുവടെ തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പ്രാചീന മലയാളം. 57 ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവമാണ് ഇത്? ക്ഷേത്രപ്രവേശന വിളംബരം. ഓപ്ഷൻ ബി, ക്ഷേത്രപ്രവേശന വിളംബരം. 58 PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ച വ്യക്തി ആരാ? കുമാര ഗുരുദേവനാണ്. 59 VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു?
അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്തായിരുന്നു? നാടകമാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, നാടകമാണ്. 60 ചുവടെ തന്നിരിക്കുന്നതിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതായിരുന്നു? കോഴഞ്ചേരി പ്രസംഗം അല്ലെ. കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തിയാണ് ആര്? സി കേശവൻ. 61 മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാ? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാ? ഓപ്ഷൻ എ ആണ്, 24 ആണ്. 62ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഓപ്ഷൻ സി ആണ്, കരളാണ്. 63 കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത്? കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്? ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ്, മേൽപ്പറഞ്ഞവയിൽ. അതായത് രക്തം കട്ടപിടിക്കുക, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം ഒക്കെ എന്ത് ബാധിക്കുന്നുണ്ട്? കാൽസ്യത്തിന്റെ അപര്യാപ്തത ബാധിക്കുന്നതാണ്. 64ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ടിട്ട് യോജിക്കാത്ത പ്രസ്താവന. ഓപ്ഷൻ എ രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. ഓപ്ഷൻ ബി പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ സി മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ ഡി ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ഏതാ? ഓപ്ഷൻ ബി ആട്ടോ, പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 65ാമത്തെ അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്ന ഏതാ? ഹീമോഗ്ലോബിൻ ആണ്. മാംസ്യവും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചുവന്ന രക്താണുവിൽ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി 65ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ശരിയാണോ? അത് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെ. നമ്മുടെ SCRT ഉള്ളൊരു ചോദ്യമാണിത്. വൈറ്റ് കെയിനും ടോക്കിംഗ് വാച്ച് ഉപയോഗിക്കുന്ന ആരാ? അന്ധരാണ്. അതുപോലെ വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ഉപയോഗിക്കുന്നത് മുടന്തരാണ് എന്ന് പറയുന്നത് തെറ്റായിരിക്കുമല്ലോ. അന്ധര നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ടാക്ടൈൽ വാച്ച്, ബ്രെയിലി ലിപി ഉപയോഗിക്കുന്നത് ബധിരരാണ്. അതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. ടാക്ടൈൽ വാച്ചും ബ്രെയിലി ലിപി ഉപയോഗിക്കുന്ന ആരാ? അന്ധരാണ് അല്ലെ, ബധിരരല്ല, അന്ധരാണ്. അപ്പൊ 4ാമത്തെ പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓർത്ത് നോക്കുക, വൈറ്റ് കെയിനും ടോക്കിംഗ് വാച്ച് ഉപയോഗിക്കുന്ന ആരാ? അന്ധരായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ ടാക്ടൈൽ വാച്ചും ബ്രെയിലി ലിപി ഉപയോഗിക്കുന്ന ആരാ? അന്ധരായിട്ടുള്ള ആൾക്കാരാണ്. ഇനി 66ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനം ഏതാണ്? തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനമാണ് ഓപ്ഷൻ ഡി ആണ്, അനാമിക അല്ലെ. അനാമിക, ആർക്കിയൊക്കെ എന്താണ്? വെണ്ട ഇനങ്ങളാണ്. 67 അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം ഏതാണ്? അന്തരീക്ഷത്തിലേക്ക് അന്തരീക്ഷത്തിലെത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. 68ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, പശ്ചിമ ബംഗാളിലാണ്. 69 വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ വിഘാടകർ ആരാ? ബാക്ടീരിയ അല്ലെ. ബാക്ടീരിയ വിഘാടകർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. 70 ലോകത്തിൽ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓപ്ഷൻ സി ആണ്, ഇന്ത്യ കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 71 ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്തെന്നാ പറയുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, ഐസോടോപ്പുകളാണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസമാണെങ്കിൽ നമ്മൾ അതിനെ ഐസോടോപ്പ് എന്ന് പറയുന്നു. 72ാമത്തെ ചോദ്യം, ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ഡി ആണ്, മോസ്ലി ആണ്. 73 ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ ആണ്. 74 താഴെ കൊടുത്തിരിക്കുന്നതിൽ അയണിന്റെ അയിര് ഏതാണ്? തന്നിരിക്കുന്നതിൽ അയണിന്റെ അയിര് ഏതാ? ഓപ്ഷൻ ബി ആണ്, ഹെമറ്റൈറ്റ് ആണ്. 75 ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാ? ഓപ്ഷൻ എ ആണ്, നൈലോൺ ആണ്. ഓപ്ഷൻ എ നൈലോൺ ആണ്. 76 ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ അതില് പ്രതിപതന കോണ് എത്രയായിരിക്കും? ഓപ്ഷൻ ബി ആണ്, 60 ഡിഗ്രി തന്നെ ആയിരിക്കും. 77ാമത്തെ ചോദ്യം, മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഓപ്ഷൻ എ ആണ്, പ്രതല ബലമാണ്. 78ാമത്തെ ചോദ്യം, ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്?
ഏത് മാധ്യമത്തിലൂടെയാ ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഖരവസ്തുക്കളിലാണ് അല്ലെ, ഖരവസ്തുക്കളിലാണ്. 79ാമത്തെ ചോദ്യം, ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴായിരിക്കും? ജലത്തിന്റെ സാന്ദ്രത കൂടിയ ഡിഗ്രി സെൽഷ്യസ് എത്രയാ? ഓപ്ഷൻ സി ആണ്, 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 80ാമത്തെ ചോദ്യം, മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജ്ജത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജ്ജം എന്താവും? ഓപ്ഷൻ ബി ആണ്, ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്നാമത്തെ ചോദ്യം, 2019 WHO ചീഫ് സയന്റിസ്റ്റ് ആയിട്ട് നിയമിതയായ ഇന്ത്യൻ വനിതയാണ് ആര്? സൗമ്യ സ്വാമിനാഥൻ. ഓപ്ഷൻ സി, സൗമ്യ സ്വാമിനാഥൻ. രണ്ടാമത്തെ ചോദ്യം, കസ്തൂരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന ഏതാണ്? ഓപ്ഷൻ എ ആണ് 5+3+3+4 ആണ്. ഓപ്ഷൻ എ ആണ് 5+3+3+4. മൂന്നാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ചെങ്കോട്ട അല്ലെങ്കിൽ റെഡ് ഫോർട്ട്. നാലാമത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സ് എവിടെയാണ് വെച്ചായിരുന്നു നടന്നത്? 2024 ഒളിമ്പിക്സ് എവിടെ വെച്ചിട്ടാ? പാരീസിൽ വെച്ച് നടന്നു അല്ലെ. അഞ്ചാമത്തെ ചോദ്യം, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യാനുള്ള പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? മൃത സഞ്ജീവനി. ഓപ്ഷൻ എ, മൃത സഞ്ജീവനിയാണ്. ആറാമത്തെ ചോദ്യം, യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്ന യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം? ഓപ്ഷൻ ബി ആണ്, ഫെബ്രുവരി 21. ഏഴാമത്തെ ചോദ്യം, ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയാനായിട്ട് സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ഇതിൽ ആൻസർ ഇല്ല. നിലവിൽ നമ്മുടെ ലോകായുക്ത, കേരള ലോകായുക്ത ആരാന്ന് ചോദിച്ചാൽ അനിൽകുമാർ കേട്ടോ. അനിൽകുമാറാണ് നിലവിൽ കേരളത്തിന്റെ ലോകായുക്ത എന്ന് അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം, 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ഇംഗ്ലണ്ട് അല്ലെ. ഇംഗ്ലണ്ട് ആയിരുന്നു 2019 വേൾഡ് കപ്പ് വിജയിച്ചത്. അങ്ങനെയാണെങ്കിൽ 2023 ആരായിരുന്നു? 23 ഓസ്ട്രേലിയ ആണ്. 2019 ആരാ? ഇംഗ്ലണ്ടാണ്. ഒൻപതാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തര അറ്റ്ലാന്റിക് സഖ്യസംഘടന, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ രൂപം കൊണ്ടത്, നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 രണ്ടാമത്തെ പ്രസ്താവന, ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. മൂന്നാമത്തത്, അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. പഠിച്ചു വെക്കുക. നാറ്റോ രൂപം കൊണ്ട വർഷം 1949 ഏപ്രിൽ 4 ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കുക എന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. പത്താമത്തെ ചോദ്യം, 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടാനായിട്ട് 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പ്രധാനമന്ത്രി ആവാസ് യോജന. 2022 രാജ്യത്തെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് 2015 പ്രഖ്യാപിച്ചൊരു പദ്ധതിയായിരുന്നു ഏത്? പ്രധാനമന്ത്രി ആവാസ് യോജന. 11ാമത്തെ ചോദ്യം, ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നത്? സിവാലിക് അല്ലെ. ഓപ്ഷൻ സി ആണ്, സിവാലിക്. ഏറ്റവും മുകളിലാണെങ്കിൽ ഹിമാദ്രി, പിന്നെ അതിന്റെ നടുക്കുള്ളത് ഹിമാചൽ, ഏറ്റവും താഴെ സിവാലിക്. 12, ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരമാലയിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, വിഴിഞ്ഞത്താട്ടോ. വിഴിഞ്ഞത്താണ്. 13ാമത്തെ ചോദ്യം, ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ്, പശ്ചിമ ബംഗാളാണ്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായ നഗരം ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായിട്ടുള്ള നഗരം? ഓപ്ഷൻ ബി ആണ്, നാഗ്പൂരാണ്. 15ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി ആണ്, കാവേരിയാണ്. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ഒന്നാമത്തത്, പുതിയ എക്കൽ നിക്ഷേപങ്ങളെ എന്തെന്നാ പറയുന്നത്? ഖാദർ എന്ന് പറയുന്നു. ശരിയാണ്. 2, കറുത്ത മണ്ണ് എന്നറിയപ്പെടുന്നത് ഏതാ? റിഗർ മണ്ണാണ്.
കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കുറവാണ്, തെറ്റാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്, അതും തെറ്റാണ്. 1ഉം 2ഉം മാത്രമേ എന്തുള്ളൂ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയുള്ളൂ. ഓപ്ഷൻ എ ആണല്ലേ, ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയായിരുന്നു? മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് മുംബൈയിലാണ്. 18ാമത്തെ ചോദ്യം, 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാ? 3 തലസ്ഥാനമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതായിരുന്നു അത്? ഓപ്ഷൻ സി ആണ്, ആന്ധ്രാപ്രദേശ് ആണ്, ആന്ധ്രാപ്രദേശ് ആണ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഓപ്ഷൻ ബി ആണ്, ഇന്ദിരാ കനാലാണ്. 20ാമത്തെ ചോദ്യം, പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? പരുത്തിത്തുണി വ്യവസായത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2ാമത്തെ സംസ്ഥാനമാണ് ഓപ്ഷൻ ബി, ഗുജറാത്ത് ആട്ടോ, ഗുജറാത്ത് ആണ്. 21, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാ? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഓപ്ഷൻ ബി ആണ്, ആനയാണ്. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, 42ാം ഭേദഗതിയാണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാ? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. 25ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാ? 2005ലാണ് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ? പാർട്ട് 3 അല്ലെ, ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 27ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകളാണുള്ളത്. 28ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ വിജയഭാരതി സയാനി ആട്ടോ, വിജയഭാരതി സയാനി. ഇതിൽ ആൻസർ ഇല്ല. വിജയഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ. 29ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരായിരുന്നു? പിങ്കളി വെങ്കയ്യയാണ്. 30ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നുള്ള ഓപ്ഷൻ തന്നെയാ. സ്വത്തവകാശം എന്തല്ല മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതല്ല. 31, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ഓപ്ഷൻ എ ആണ്, ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 32ാമത്തെ ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് ആരുടെ പ്രഖ്യാപനമായിരുന്നു? ഓപ്ഷൻ സി ആണല്ലേ, സുഭാഷ് ചന്ദ്രബോസ് ആണല്ലേ, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. 33, ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, 1930 ഏപ്രിൽ 6-നാണ്. 34ാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ്. 35ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു? അരുണ ആസിഫ് അലിയാണ്. 36, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലോ. 37, താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികൾ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ആര്? BR അംബേദ്കർ. 38, ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓപ്ഷൻ ബി ആണ്, റൗലറ്റ് നിയമത്തിനെതിരെയായിരുന്നു അല്ലെ, റൗലറ്റ് നിയമത്തിനെതിരെയാണ്. 39, വിധിയുമായുള്ള കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയ പ്രസംഗമായിരുന്നു? ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗമായിരുന്നു ഏത്? വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നറിയപ്പെടുന്നത്. 40ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒഡേറിനെ വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ഉദ്ധം സിംഗ് അല്ലെ, ഉദ്ധം സിംഗ് ആണ്. 41, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരണത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? യക്ഷഗാനം എവിടെയാ? കാസർഗോഡ് ജില്ലയിലാണ്. 42, സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ എ, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഏത്? വേമ്പനാട്ട് കായൽ. തന്നിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? പാമ്പാർ അല്ലെ, ഓപ്ഷൻ ബി പാമ്പാറാണ്.
45 കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 46 കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പല്. 47 പ്രാചീന തമിഴകത്തിലെ തിണകളിലൊന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാ? ഓപ്ഷൻ എ ആണ്, തീരപ്രദേശമാണ്. 48 കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അട്ടപ്പാടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? കൊടുങ്ങരപ്പള്ളം പുഴ. 49 കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ ഏതാ? ആലപ്പുഴ ജില്ലയാണ്. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ആര്? PT ഉഷയുടെ കോച്ചായിട്ടൊക്കെ അറിയപ്പെടുന്ന OM നമ്പ്യാർ. 51 ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആരാണ്? ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. 52 കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, വൈകുണ്ഠ സ്വാമികളാണ്. 53 ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാ? വാഗ്ഭടാനന്ദൻ അല്ലെ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. 54 സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു. 55 ചോദ്യം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാ? PRDS പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. 56 ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് സവർണ ജാഥക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാ? മന്നത്ത് പത്മനാഭൻ. 57 ചോദ്യം INA ചേർന്ന് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്നിട്ട് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ ആട്ടോ, ഓപ്ഷൻ സി ആണ്, വക്കം അബ്ദുൽ ഖാദർ. 58 ചോദ്യം വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ ബി ആണ്, അയ്യങ്കാളിയാണ്. 59 ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാ? VT ഭട്ടതിരിപ്പാട് അല്ലെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, VT ഭട്ടതിരിപ്പാട്. ഇനി വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചത് ആരാ? ചട്ടമ്പി സ്വാമികളാണ്. 61 ചോദ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആണേത്? ഓപ്ഷൻ ബി ആണ്, ഇൻസുലിൻ ആണ് അല്ലെ, ഓപ്ഷൻ ബി ഇൻസുലിൻ ആണ്. 62 സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഇത്? O ഗ്രൂപ്പ് അല്ലെ, O ഗ്രൂപ്പ്. 63 വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാ? ടൈഫോയിഡ്. വൈഡൽ ഏതാ? ടൈഫോയിഡ്. 64 മനുഷ്യ ശരീരത്തിൽ വാരിയെല്ലില് എത്ര അസ്ഥികളുണ്ട്? മനുഷ്യന്റെ വാരിയെല്ലില് എത്ര അസ്ഥികളുണ്ട്? ഓപ്ഷൻ സി ആണ്, 24 അസ്ഥികളാണ് ഉള്ളത്. 65 ചോദ്യം ശരീരത്തിൽ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഓപ്ഷൻ ബി ആണ്, ജീവകം ഡി ആണ്. 66 കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്, ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 67 ചോദ്യം വാസസ്ഥലത്തിനായിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, എപ്പിഫൈറ്റുകളാണ്. 68 ചോദ്യം ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ ആണ്, ഉരുളക്കിഴങ്ങ്. 69 പയർ വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? തന്നിരിക്കുന്നതിൽ പയറിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാ? ഓപ്ഷൻ എ ആണ്, ഹരിതയാണ്. 70 ചോദ്യം ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനത്തിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ഏതാ? ഓപ്ഷൻ ബി ആണ് അല്ലെ, ഓപ്ഷൻ ബി ആണ്, ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. 71 ചോദ്യം തന്നിരിക്കുന്ന ജോഡികൾ ഐസോടോപ്പ് ഏതാന്ന് കണ്ടെത്തുക. ഐസോടോപ്പ് ഏതാ? ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതാണ് ഇത് ഐസോടോപ്പ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നോക്കിയൊക്കെ രണ്ടാമത്തേന്റെ എന്താ? ഒരേ അറ്റോമിക നമ്പർ താഴെയായിരിക്കും, മുകളിൽ കൊടുക്കുന്നത് ഏതാ? മാസ് നമ്പർ ആണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന നിങ്ങൾ ഓപ്ഷൻ ബിയിലൊന്ന് നോക്കിയേ, നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് 6ഉം 6ഉം അല്ലേ, അറ്റോമിക നമ്പർ എന്താ? സെയിം ആണ്. പക്ഷെ മുകളിൽ കൊടുത്തിരിക്കുന്ന മാസ് നമ്പറോ 1ന്റെ 12ഉം 1ന്റെ 13ഉം. അപ്പോൾ എന്ത് ചെയ്തു? മാസ് നമ്പർ വ്യത്യസ്തമാണ്. അപ്പോൾ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസുമാണെങ്കിൽ അതെന്താ? ഐസോടോപ്പ് ആണ്.
72ാമത്തെ ചോദ്യം ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഏത് ലോഹത്തിന്റെ അയിരാ ബോക്സൈറ്റ് എന്ന് പറയുന്നത്? അലൂമിനിയത്തിന്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ്. 73 മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞനാരാ? ഓപ്ഷൻ സി ആണ്, ഹെൻറി മോസ്ലി ആണ്. 74ാമത്തെ ചോദ്യം ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാ? ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ്, H2OL അല്ലേ? 75ാമത്തെ ചോദ്യം ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം എന്താ? ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. 76 ഊർജത്തിന്റെ ഡയമെൻഷൻ സമവാക്യം ഏതാണ്? ഊർജത്തിന്റെ ഡയമെൻഷൻ സമവാക്യം ഓപ്ഷൻ ബി ആണ്. 77ാമത്തെ ചോദ്യം ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാ? ഓപ്ഷൻ എ ആണ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 78ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരയുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാര ഏതിനാ? ജലത്തിനാണ്. 79 പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏതാണ്? പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഓപ്ഷൻ എ ആണ്, ഗുരുത്വ ബലമാണ്. 80ാമത്തെ ചോദ്യം മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാ? മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ്, 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്, അല്ലെങ്കിൽ 20,000 ഹെർട്സ് വരെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞു. ഇതിൽ ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ഒന്നാമത്തത് സ്വച്ഛ് ഭാരത് അഭിയാൻ, 2 ആസാദി കാ അമൃത് മഹോത്സവ്, ഓപ്ഷൻ മൂന്നാമത്തത് എല്ലാ മത്സ്യത്തൊഴിലാളികളുടെയും ഐക്യം, 4ാമത് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം. ഇതിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായിട്ട് ബന്ധമില്ലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതായത് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല? സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ബാക്കി ആസാദി കാ അമൃത് മഹോത്സവ്, എല്ലാ മത്സ്യത്തൊഴിലാളികളുടെയും ഐക്യം, അതുപോലെ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം. അപ്പോൾ ഒന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത്. രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കേരള സഹായ ഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സഹായ ഹസ്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഏതൊക്കെയാ? 1 സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, എന്തുമായി ബന്ധപ്പെട്ടതാ? സഹായഹസ്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായിട്ട് ധനസഹായം നൽകുക, ഇത് രണ്ടുമാണ് എന്ത്? സഹായ ഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി മൂന്നാമത്തെ ചോദ്യം 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ദിസ് ഈസ് നോട്ട് എ ബ്യൂട്ടിൽ, ഇറ്റ്സ് എ റിസറക്ഷൻ എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം 2022 മാർച്ച് 4 അന്തരിച്ച ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആരായിരുന്നു? ഷെയ്ൻ വോൺ ആണ്. പക്ഷേ ഇതിൻ്റെ ആൻസർ ഡേറ്റ് മാറിപ്പോയതുകൊണ്ട് ആൻസർ തെറ്റായിട്ട് കൊടുത്തേക്കുന്നു കേട്ടോ. ആൻസർ അവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇനി 2022 ഫെബ്രുവരി 14 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, അതായത് PSLV-C 52 ബഹിരാകാശത്തെത്തിച്ച ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ ഇതും ആൻസർ ഇല്ല കേട്ടോ. ആറാമത്തെ ചോദ്യം ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന, ഇത് നമ്മൾ പഠിക്കേണ്ട, കാരണം 2024 ഇതൊരു പഴയ ക്വസ്റ്റ്യൻ ആണ്. 70ാമത്തെ ചോദ്യം ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ഓപ്ഷൻ എ ആണ്, വിജയരാജ സിന്ധ്യ. ഓപ്ഷൻ എ വിജയരാജ സിന്ധ്യ. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപയുടെ നാണയം പുറത്തിറക്കിയെന്ന് വെച്ചാൽ വിജയരാജ സിന്ധ്യയാണ്. 8ാമത്തെ ചോദ്യം 2023 ഏത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? 2023 ഏത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് അല്ലേ?
9ാമത്തെ ചോദ്യം 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ഓപ്ഷൻ ബി ആണ്, PJ ജോസഫ് ആണ്. 10ാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായിട്ട് കൊറോണ സാഴ്സ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? കൊറോണ സാഴ്സ് വൈറസ് ആദ്യമായിട്ട് കേരളത്തിൽ എവിടെയായിരുന്നു? തൃശ്ശൂരാണ് അല്ലെ, തൃശ്ശൂരാണ്. 11ാമത്തെ ചോദ്യം വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാ? ഓപ്ഷൻ ബി ആണ്, ഉഷ്ണകാലത്താണ്. ഓപ്ഷൻ ബി ഉഷ്ണകാലത്താണ്. 12ാമത്തെ ചോദ്യം ദേശീയ ജലപാത NW1 ഏതൊക്കെ സ്ഥലങ്ങളെയാ ബന്ധിപ്പിക്കുന്നത്? NW1 ഏതൊക്കെ സ്ഥലങ്ങളെയാ ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ഹാൽഡിയ അലഹബാദ് ആണ്. 13 ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇലപൊഴിയും കാടുകളാണ്. ഓപ്ഷൻ ബി ഇലപൊഴിയും കാടുകളാണ്. 14ാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഹിമാലയത്തെ സംബന്ധിച്ചിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഹിമാലയത്തെ സംബന്ധിച്ചിട്ട് തെറ്റായ പ്രസ്താവന. ഒന്നാമത് തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ് ഇത്, ഹിമാലയം. ശരിയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. ഓറഞ്ച്, ആപ്പിള്, അതുപോലെ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. പരുത്തി കൃഷി ചെയ്യാറുണ്ട് എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 15ാമത്തെ ചോദ്യം ഇന്ത്യയിലെ പീഠഭൂമികളിൽ ഏറ്റവും വലിപ്പം കൂടിയ പീഠഭൂമി ഏതാണ്? ഏറ്റവും വലിപ്പം കൂടിയ പീഠഭൂമി ഏതാ? ഓപ്ഷൻ സി ആണ്, ഡെക്കാൻ പീഠഭൂമി. 16ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ചിട്ട് വിള ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഏതായിരിക്കും വിള എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്, ഗോതമ്പാണ് അല്ലെ, ഗോതമ്പാണ്. വസ്തുത വായിക്കുമ്പോൾ തന്നെ കിട്ടും അല്ലെ. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള എന്ന് പറയുമ്പോൾ തന്നെ ഏതാ? ഗോതമ്പാണ്. ഒന്നാമത് ഏതാ? അരിയാണ്. 17 വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് എവിടെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? കിഴക്കൻ തീരസമതലങ്ങളിലാണ്. ഓപ്ഷൻ ഡി ആണ്, കിഴക്കൻ തീരസമതലങ്ങളിലാണ്. 18 തഞ്ചാവൂർ ഏത് നദിയുടെ തീരത്താ സ്ഥിതി ചെയ്യുന്നത്? തഞ്ചാവൂർ ഏത് നദിയുടെ തീരത്താ? ഓപ്ഷൻ സി ആണ്, കാവേരി നദിയുടെ തീരത്താണ്. 19ാമത്തെ ചോദ്യം ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ലിപ്പുലേഖ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? ലിപ്പുലേഖ് ചുരം. 20ാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന നദികൾ അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാ? ഒന്നും, അതായത് സിന്ധു, നർമ്മദ, പെരിയാർ, ഇതൊക്കെ എവിടെയാ പതിക്കുന്നത്? നമ്മുടെ അറബിക്കടലിൽ കേട്ടോ, അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ്. 21ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബിയിൽ അല്ലെ, അതായത് 21A എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടനയിൽ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 22ാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു, ആരായിരുന്നു? വിജയഭാരതി സയാനി അല്ലെ. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ വിജയഭാരതി സയാനിയാണ്. 23 താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ ഡി ആണ്, സോഷ്യലിസം ആണ്. ഓപ്ഷൻ ഡി സോഷ്യലിസം ആണ്. 24 ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? എത്രയാ? 10 പേർ അല്ലെ. ആകെ അംഗങ്ങൾ 11 വരെയാകാം. അംഗങ്ങൾ ചെയർമാൻ പ്ലസ് അംഗങ്ങളാണ് എത്ര? 11 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? പ്രസിഡന്റിന് വിവരാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ എത്ര പേരെന്ന്? അപ്പം 10 പേര്. 25ാമത്തെ ചോദ്യം ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ബച്പൻ ബച്ചാവൻ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് അല്ലെ, കൈലാഷ് സത്യാർത്ഥിയാണ്. 26ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിച്ചത്? വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ സി ആണ്, ബംഗാളി ഭാഷയിലാണ്. 27ാമത്തെ ചോദ്യം ഇന്ത്യ ഗവൺമെന്റ് രൂപയുടെ ചിഹ്നം സ്വീകരിച്ച വർഷം ഏതാണ്? രൂപയുടെ ചിഹ്നം സ്വീകരിച്ച വർഷം ഓപ്ഷൻ എ ആണ്, 2010 ജൂലൈ 15 28ാമത്തെ ചോദ്യം മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്?
എവിടുന്ന? ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയനിൽ നിന്ന് അല്ലെ. 29ാമത്തെ ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ശരി അല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. 1. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. ശരിയാണ്. ചെയർമാനെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. തെറ്റാണ്. രണ്ടാമത്തെ തെറ്റാണ്. ഇനി 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. 2005 ഒക്ടോബർ 24 നിലവിൽ വരുന്നത്? അതും തെറ്റാണ്. ഇതിലെന്താ? ഡേറ്റ് തെറ്റാണ് അല്ലെ. ഒക്ടോബർ 12 നിലവിൽ വരുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ 3ഉം 4ഉം എന്താ? 2ഉം 3ഉം ഇതിൽ തെറ്റായിട്ട് വരുന്നത്. 30ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്നത്? തന്നിരിക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാ? ഓപ്ഷൻ എയിലാണ്, മഹാരാഷ്ട്രയിലാണ്. 31ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തത്, 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ശരിയാണ്. സുരേന്ദ്രനാഥ് ബാനർജി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിട്ട് കണക്കാക്കുന്നു. തെറ്റാണ്. 1, 2 ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 32ാമത്തെ ചോദ്യം, 32ാമത്തെ ചോദ്യം ആൻസർ ഇല്ല, തെറ്റാണ്. ആൻസർ ഇല്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 33ാമത്തെ ചോദ്യം, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടാണ് ഇത് ജാലിയൻ വാലാബാഗ് അല്ലേ. അപ്പോൾ ശരിയാണ്. രണ്ടാമത്, കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. തെറ്റാണ്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. അതെന്താണ്? ശരിയാണ് അല്ലേ. 1ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 34ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനമാണ് ഡൽഹി. തെറ്റാണ് അല്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. അപ്പോൾ 1 ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ആദ്യം വെട്ടിക്കളഞ്ഞാലോ? ഡിയിലുണ്ട്, സിയിലുണ്ട്, ഇതിലുണ്ട്. അപ്പം നമ്മുടെ ആൻസർ കിട്ടി. 2ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷൻ അധ്യക്ഷൻ ആര് തന്നെയാ? ഫസൽ അലിയാണ്. 35ാമത്തെ ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ള ജോഡികൾ നോക്കാം. 1, ഡൽഹിയിൽ ആരാ? തെറ്റാണ് അല്ലെ. ഖാൻ ബഹദൂർ ഖാൻ അല്ലെങ്കിൽ ജനറൽ ഭക്ത് ഖാനൊക്കെ ആയിരുന്നു ഇവിടെ ഡൽഹിയിൽ. അപ്പോൾ ഒന്നാമത്തെ തന്നെ തെറ്റാണ്. അപ്പോൾ 1 നമുക്ക് വെട്ടിക്കളഞ്ഞാലോ? ഇതിലൊന്നുണ്ട്, ഇതിലൊന്നുണ്ട്, ഇതിലൊന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3. അത് ഝാൻസിയിൽ ആരാ? ഝാൻസി റാണി ലക്ഷ്മിബായി ആണ്. കാൺപൂർ നാനാ സാഹിബാണ്. 36ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സേവാ സമിതി NM ജോഷി. ശരിയാണോ? തെറ്റല്ലേ. സേവാ സമിതി NM ജോഷി എന്നുള്ളത് തെറ്റാ. അപ്പം 1 തന്നെ തെറ്റാ. 1 ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞാലോ? നമ്മൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ്. 37ാമത്തെ ചോദ്യം, ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഡൽഹൌസിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്, മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ശരി തന്നെ അല്ലെ. അപ്പോൾ 1 ഇല്ലാത്ത ഓപ്ഷൻസ് നമുക്ക് വെട്ടിക്കളയാം. ഓപ്ഷൻ ഡിയിൽ 1 നമ്മൾ വെട്ടി. 2, ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ശരിയാണ്. അപ്പൊ നമുക്ക് 2 ഇല്ലാത്ത ഓപ്ഷൻസും വെട്ടാം. സതി സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തെറ്റാണ്. അപ്പോൾ ഏതാ ആൻസർ? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 38, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ആരൊക്കെയായിരുന്നു? VP മേനോനും അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലും ആട്ടോ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവച്ച വ്യക്തികളാണ് ആരൊക്കെ? സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. 39, രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായത് ഏതാണ് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ശരിയാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ടുള്ള അമർസോണ ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗീനം പാടി തീർക്കേണ്ടത്. തെറ്റല്ലേ. എത്രയാ? 52 സെക്കൻഡ് കൊണ്ടാണ് പാടി തീർക്കേണ്ടത്.
ഇനി 40ാമത്തെ ചോദ്യം, വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1 ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം, ശരിയാണ്. 2 മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടർന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. അതെന്താണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പിന്നെ ഹിന്ദി ഭാഷയാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളത് തെറ്റാണ്. ഏത് ഭാഷയിലാ പിന്നെ ബോംബെ സമാചാർ അല്ലെങ്കിൽ മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്? ഗുജറാത്തി ഭാഷയിലോ അതോ ഇംഗ്ലീഷ് ഭാഷയിലോ ആണ് ബോംബെ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. 41ാമത്തെ ചോദ്യം, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാം. ഒന്നാമത്തത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് കോട്ടയം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് കോട്ടയം, ശരിയാണ്. രണ്ടാമത്തത് HMT ലിമിറ്റഡ് കളമശ്ശേരി. അതും എന്താണ്, കളമശ്ശേരി എവിടെയാ? എറണാകുളത്താണ്, അതും ശരിയാണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് തിരുവനന്തപുരം, തെറ്റാണ്. അപ്പോൾ 1, 2 ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. എവിടെയാ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ്? തിരുവനന്തപുരത്തല്ല, കൊച്ചിയിലാട്ടോ, കൊച്ചിയിലാണ്. 42 താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് കണ്ടെത്തുക. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ചാലക്കുടിപ്പുഴ. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ചാലക്കുടിപ്പുഴ, തെറ്റാണ്. ഒന്നാമത്തെ തന്നെ തെറ്റാണ്. 2 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദിയിലാണ്. ശബരിഗിരി പമ്പാ നദിയിൽ. അത് രണ്ടും എന്താണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നേര്യമംഗലം ഏത് നദിയിലാ? മുതിരമ്പുഴയിലാട്ടോ. നേര്യമംഗലം മുതിരമ്പുഴയിലാന്നുള്ള കാര്യം ഓർത്തു വെക്കാം. 43ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡികളാണ്. ഏതൊക്കെയാ ശരിയായിട്ടുള്ള ജോഡികൾ നോക്കിയാലോ? ഒന്നാമത്തത് തുഞ്ചൻ സ്മാരകം എവിടെയാ? തിരൂരാണ്. കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിച്ചുമംഗലം. വെള്ളത്തോൾ മ്യൂസിയം കൊല്ലം, തെറ്റാണ്. എവിടെയാ വെള്ളത്തോൾ മ്യൂസിയം? നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് ഇത് വെള്ളത്തോൾ മ്യൂസിയം എന്നുള്ളത്. 44ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക. ഇതിന് ആൻസർ ഓപ്ഷൻ 1 വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്, ശരിയാണ്. അതുപോലെ മുത്തശ്ശി N ബാലാമണി അമ്മ, ശരിയാണ്. ഓപ്ഷൻ ബി എന്താണ്, തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഇതിൽ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 45ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവ സ്ഥാനവും അടിസ്ഥാനമാക്കിയിട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തത് പമ്പ പുളിച്ചിമല. പമ്പ പുളിച്ചിമല, ശരിയാണ്. ചാലക്കുടിപ്പുഴ എവിടുന്ന ഉത്ഭവിക്കുന്നത്? ആനമലയാണ്. അച്ചൻ കോവിലാറ് പമ്പ നദി എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഉത്ഭവസ്ഥാനം അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ചോദിച്ചത്. അപ്പോൾ 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഏതൊക്കെ? പമ്പ പുളിച്ചിമല, ചാലക്കുടി ആലപ്പുഴ എന്നുള്ളത് ആനമല എന്നുള്ളത് ശരിയാണ്. ഇനി 46ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇതിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കുക. അതായത് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാ? ആന്ധ്രാപ്രദേശിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നില്ല. ഗോവ കടന്നു പോകുന്നുണ്ട്. കർണാടകത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് അല്ലേ? 1ഉം അതായത് 2ഉം 3ഉം അല്ലേ? ഓപ്ഷൻ സി അല്ലെ? ഓപ്ഷൻ സി അവര് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 47ാമത്തെ ചോദ്യം, കുടുംബശ്രീയുമായി സംവിധാനത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കുക. 1 സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് ഇത് കുടുംബശ്രീ, ശരിയാണ്. നമുക്ക് ഒന്നില്ലാത്ത ഓപ്ഷൻസ് ഒക്കെ വെട്ടിക്കളയാം. ഓപ്ഷൻ ഡിയിൽ ഒന്നില്ല, ഓപ്ഷൻ ബാക്കിയെല്ലാത്തിലും ഒന്നുണ്ട് അല്ലേ? രണ്ടാമത് ഈ സാമൂഹ്യ സംഘടന സംവിധാനത്തിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. അതെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. അപ്പോൾ 2 ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടാം. ഇതിൽ 2 കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. അതെന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 48ാമത്തെ ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം. ഫസ്റ്റ് തന്നെ തെറ്റാണല്ലേ? പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം തെറ്റാണ്. ബീച്ചി വാഴാനി തൃശ്ശൂരാണ്. നെയ്യാർ വന്യജീവി സങ്കേതം എവിടെയാ? തിരുവനന്തപുരം. അത് രണ്ടും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി 49ാമത്തെ ചോദ്യം, 1ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക.
PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം ശരിയാണ്. VR കൃഷ്ണ അയ്യർ വ്യവസായം ശരിയാണോ? അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ ഡോക്ടർ AR മേനോൻ ആരോഗ്യം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വ്യവസായ വകുപ്പ് ആരായിരുന്നു? നമ്മുടെ KP കുഞ്ഞിക്കണ്ണൻ കേട്ടോ. KP കുഞ്ഞിക്കണ്ണനായിരുന്നു വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. നമുക്കറിയാം VR കൃഷ്ണ അയ്യർ എന്തൊക്കെയായിരുന്നു? ആഭ്യന്തരം, നിയമം, വൈദ്യുത മന്ത്രി, ഇതൊക്കെയായിരുന്നു ആര്? VR കൃഷ്ണ അയ്യർ അല്ലേ. EMS നമ്പൂതിരിപ്പാടായിരുന്നു മുഖ്യമന്ത്രി. ധനകാര്യ ആരായിരുന്നു ഫസ്റ്റ് മന്ത്രിസഭയിൽ? അച്യുതമേനോ അല്ലേ. TV തോമസോ? ഗതാഗതം തൊഴിൽ വകുപ്പുകാരാ? TV തോമസ് ആയിരുന്നു. അതുപോലെ ഭക്ഷ്യം വനം ആരാ? KC ജോർജ്. പിന്നെ TA മജീദ് പൊതുമരാമത്ത്. പിന്നെ ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണമായിരുന്നു. വിദ്യാഭ്യാസവും സഹകരണവും ആരായിരുന്നു? വിദ്യാഭ്യാസ വകുപ്പും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരി. അതുപോലെ റവന്യൂ എക്സൈസ് മസ്റ്റായിട്ട് പഠിക്കണം, KR ഗൗരി അമ്മ. പിന്നെ VR കൃഷ്ണ അയ്യർ ആഭ്യന്തര, നിയമം, വിദ്യുച്ഛക്തി ആയിരുന്നു. പിന്നെ ആരോഗ്യ വകുപ്പാണ് ആര്? AR മേനോൻ, ഡോക്ടർ AR മേനോൻ. 50ാമത്തെ ചോദ്യം, കേരള സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി എവിടെയാ? അത് ശരിയാണ് അല്ലെ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി ശരിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആലപ്പുഴ തെറ്റാണ്. എവിടെയാ? കൊല്ലം ജില്ലയിലാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 51ാമത്തെ ചോദ്യം, നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ലിസ്റ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായതാണ്. ഒന്നാമത്തത് വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട് ശരിയല്ലേ. അഖിലത്തിരുട്ട് അരുൾനൂലക്കാര വൈകുണ്ഠസ്വാമികളാണ്. വാഗ്ബടാനന്ദം വിവേകാനന്ദ സന്ദേശം തെറ്റാണല്ലേ. 3 ചവറ കുര്യാക്കോസ് ഇലിയാസ് ചവറയുടെ കൃതിയാണ് ഏത്? ആത്മാനുപാതം. 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 52ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 53ാമത്തെ ചോദ്യം, നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. നാടകങ്ങൾ അവയുടെ രചയിതാക്കളും എന്ന ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം ഋതുമതി പ്രേംജി എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട് ശരിയാണ്. പാട്ടബാക്കി KPR ഗോപാൽ എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള ജോഡികൾ. പാട്ടബാക്കി ആരതായിരുന്നു? K ദാമോദരൻ കേട്ടോ. പാട്ടബാക്കി ആരതാ? K ദാമോദരനാണ്. അപ്പോൾ ഋതുമതി പ്രേംജിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാർ VT ഭട്ടതിരിപ്പാട്. 54ാമത്തെ ചോദ്യം, നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദൻ തെറ്റാണ്. 2 തൈക്കാടയ്യ സുബ്ബരായൻ ശരിയാണ്. ഫസ്റ്റത്തെ തെറ്റാണ്. ഒന്നാമത്തത് തെറ്റ്. ബ്രഹ്മാനന്ദ ശിവയോഗി കാരാട്ട് ഗോവിന്ദമേനോ കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്ന പേരാണെന്ത്? കാരാട്ട് ഗോവിന്ദമേനോൻ. തൈക്കാടയ്യ അറിയപ്പെടുന്ന പേര് തൈക്കാടയ്യ സുബ്ബരായൻ ശരിയാണ്. ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ D ആണ്. 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 55ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കുക. ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്? ഡോക്ടർ പൽപു നേതൃത്വം കൊടുത്തിട്ടില്ല. TK മാധവനുണ്ട്, KP കേശവമേനോനുണ്ട് കേട്ടോ. പഠിച്ചു നോക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരാണ് ആരൊക്കെ? TK മാധവനുണ്ട്, KP കേശവമേനോനുണ്ട്. 56 സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായത് കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ ജനിച്ചു. എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒന്നാമത് 1863 വെങ്ങാനൂരിലാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ അയ്യങ്കാളി ജനിക്കുന്നത്. രണ്ടാമത്തത് പുലിയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. തെറ്റാണ്. 2 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 57 മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1 നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ട് നായർ വൃദ്ധജന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2 നായർ വൃദ്ധജന സംഘമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? NSS ആയിട്ട് നായർ സർവീസ് സൊസൈറ്റി ആയിട്ട് മാറുന്നത്. 2 വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. ശരിയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവ് എന്നുള്ളത് തെറ്റാണ്. 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 58 EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളും
കൃതികളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. EMSന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. ഇത് PNC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 59ാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. ഒന്നാമത്തത്, തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമൻ ഹർജിയാണ് മഹാരാജാവിന് സമർപ്പിച്ചത്. ശരിയാണ്. രണ്ടാമത്, ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. തെറ്റാണ്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ആരായിരുന്നു നേതൃത്വം നൽകിയത്? GP പിള്ളയൊക്കെയായിരുന്നു അല്ലെ മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത്. ഇനി 60ാമത്തെ ചോദ്യം, കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെയായിരുന്നു? കയ്യൂർ സമരത്തിൽ പങ്കെടുത്തത് കുഞ്ഞമ്പു നായരുണ്ട്, ചിരുകണ്ഠനുണ്ട്. KCS മണിയില്ല കേട്ടോ. ആരൊക്കെയാ? കുഞ്ഞമ്പു നായരും ചിരുകണ്ഠനും ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 61, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണേത്? ഇനാമൽ അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണേത്? ഇനാമൽ. 62ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 63ാമത്തെ ചോദ്യം, രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണേത്? ഓപ്ഷൻ ഡിയിലെ ഹീമോഫീലിയ. 64, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയായിരുന്നു ഇത്? ആർദ്രം മിഷൻ ആണ്. ഓപ്ഷൻ എ ആർദ്രം മിഷൻ ആണ്. 65ാമത്തെ ചോദ്യം, കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഇത്? ജീവകം എ ആണ്. 66, കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും തന്നിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത്, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. തെറ്റാണ് അല്ലെ. തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് ഇത് കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നത്. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാ? തിരുവനന്തപുരത്ത് അല്ലെ. രണ്ടാമത്തത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. ശരിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം എന്നുള്ളത് തെറ്റാണ്. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ് ശ്രീകാര്യത്തും തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡുമാണ്. നാലാമത്, കേരള കാർഷിക സർവകലാശാല എവിടെയാ? മണ്ണൂത്തി, തൃശ്ശൂർ. ശരിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 67ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതൊക്കെയാ? 1 പവിത്ര നെല്ലിനമാണ്. ജ്വാലാമുഖിയില്ല, ജ്യോതികയില്ല, അന്നപൂർണ്ണ. അന്നപൂർണ്ണ എന്താണ്? നെല്ലിനം അല്ലെ. അപ്പൊ പവിത്രയും അന്നപൂർണയുമാണ് ഇതിൽ നെല്ലിനങ്ങളായിട്ട് വരുന്നത്. 68, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? മലിനമായതിലൂടെ ഡയേറിയ മലിനജലത്തിലൂടെ പകരുന്നതാണ്. ടൈഫോയിഡ് പകരും, അതുപോലെ കോളറയും പകരും അല്ലെ. അപ്പോൾ മലിനമായ ജലം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഡയേറിയ, ടൈഫോയിഡ്, കോളറ. 69, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നുണ്ട്. ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയാണ്. രണ്ടാമത്, കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. തെറ്റാണ്. 2, ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 70ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. തെറ്റായ ജോഡിയാണ്. 1, സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. ശരിയാണ് അല്ലെ. 2, ചെന്തുരുണി എന്താണ്? ഒരു വന്യജീവി സങ്കേതമാണ്. ഇരവികുളം വന്യജീവി സങ്കേതമാണ്. അതോടൊപ്പം തന്നെ എന്തുമാണ്? ദേശീയോദ്യാനവുമാണ് അല്ലെ. അപ്പൊ ഇത് തെറ്റായിരിക്കും. 3, നെയ്യാറ് ദേശീയോദ്യാനം. അതും തെറ്റാണ്. അപ്പൊ ശരിയാണ്. ഇതിൽ തെറ്റായ ജോഡികൾ 3ഉം 4ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡികളായിട്ട് വരുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആയിരിക്കും. കാരണം ഇരവികുളം എന്താണ്? ഒരു ദേശീയോദ്യാനമാണ് അല്ലെ. 71ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അലക്കുകാരം സോഡിയം, കാർബൺ, ഓക്സിജൻ അടങ്ങിയ സംയുക്തങ്ങൾ അടങ്ങിയതാണ് അലക്കുകാരം എന്ന് പറയുന്നത്. ഇതിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? തെറ്റായ ജോഡി അല്ലേ. ഫസ്റ്റത്തെ എന്താ? ശരിയല്ല അല്ലെ. അലക്കുകാരം എന്തൊക്കെ അടങ്ങിയതാ? സോഡിയം, കാർബണും ഓക്സിജനൊക്കെ അടങ്ങിയതാണ് ഇത് അലക്കുകാരം. ഇനി വൈറ്റമിൻ സി, കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ. തെറ്റാണല്ലേ. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത്.
പഞ്ചസാര എന്തൊക്കെയാ? CHO നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അടങ്ങിയതാണ് ഇത് പഞ്ചസാര. കാർബൺ ഡൈ ഓക്സൈഡിൽ ഏതൊക്കെയുണ്ട്? കാർബൺ, ഓക്സിജനും ഉണ്ട്. അപ്പോൾ തെറ്റായത് ഏത് തന്നെയാണ്? ഓപ്ഷൻ ബി തന്നെയാണ്. 72 അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, മഗ്നീഷ്യമാണ്. 73ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ജെർമേനിയം, സിലിക്കണും ആർസെനിക് അല്ലെ? ആർസെനിക്, ജെർമേനിയം, സിലിക്കൺ, ആർസെനിക്, ഇതാണ് ഇത് ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. 74 സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാ? ഓപ്ഷൻ സി ആണ്, ഹൈഡ്രജൻ ആണ്. 75ാമത്തെ ചോദ്യം, രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂറിക് ആസിഡ് അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നത്? എപ്പോഴൊക്കെയാണ് നമ്മൾ സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നത്? ഒന്ന്, നമ്മൾ രാസവള നിർമ്മാണത്തിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പാൽജല ശുദ്ധീകരണത്തിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. മഷിയുടെ നിർമ്മാണത്തിൽ ടാനിക് ആസിഡ് ആണ്, HCl ആണ്. ഇതൊക്കെ ഭക്ഷണത്തിന്റെ ദഹനത്തിനൊക്കെ ഉപയോഗിക്കും അല്ലേ? അപ്പോൾ ഏതൊക്കെയുള്ളൂ? രാസവള നിർമ്മാണവും പാഴ്ജല ശുദ്ധീകരണത്തിനും. 76ാമത്തെ ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ്, 15 സെന്റിമീറ്റർ ആയിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? 15 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി 77ാമത്തെ ചോദ്യം, എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്, ദൂരം അല്ലെ? ദൂരത്തിന്റെ ഏകകമാണ് ഇത്, പ്രകാശവർഷം. 78ാമത്തെ ചോദ്യം, 20 ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാം. ഒന്ന്, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ഇതെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ? പിന്നെ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടും ഉണ്ടാകുന്ന ശബ്ദം ഏതാ? ഇൻഫ്രാസോണിക് ആണ്. വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. അതും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു, തെറ്റാണ് അല്ലേ? സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. സോണാറിൽ ഏതാ? അൾട്രാസോണിക് കേട്ടോ, ഇൻഫ്രാസോണിക് അല്ല, അൾട്രാസോണിക് ആണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1, 2 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 79ാമത്തെ ചോദ്യം, നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നെഗറ്റീവ് പ്രവൃത്തികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന്, ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, തെറ്റാണ്. അതെന്തല്ല, നെഗറ്റീവ് ഒന്നുമല്ല. രണ്ടാമത്തത്, ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി എന്താ? നെഗറ്റീവാണ്. ഗുരുത്വാകർഷണ ബലം എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഭൂകേന്ദ്രത്തിലാണ് അല്ലെങ്കിൽ താഴോട്ടായിരിക്കും അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ശരിയാണ്. രണ്ടാമത്തത്, ഒരു വസ്തു ചെരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയാണ്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. അപ്പം 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ സി അല്ലെ ആൻസർ വരിക, 2ഉം 3ഉമാണ്. 80ാമത്തെ ചോദ്യം, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 മീറ്റർ സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 30/5 എഴുതുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 6 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞു. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, COVID-19 തടയുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതായിരുന്നു? പഞ്ചാബാണ്. ഓപ്ഷൻ എ പഞ്ചാബാണ്. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. രക്തവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. ഒന്ന്, രക്തകോശങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിൽ കാണപ്പെടുന്നു. ശരിയാ അല്ലേ? പ്രധാനമായിട്ടും 3 തരത്തിലാണ് കാണപ്പെടുന്നത്. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്, തെറ്റാണ്. ലൂക്കോസൈറ്റ്സുകൾ എന്നാണ് ഏതറിയപ്പെടുന്നത്? ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. രണ്ടാമത്തത്, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്, ശരിയാണ്. ഹീമോഗ്ലോബിൻ അടങ്ങിയ മൂലകമാണ് ഏത്? ഇരുമ്പ്. 4, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ, തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ.
രക്തം കട്ടപിടിക്കാൻ ഏതാ? ഫൈബ്രിനോജൻ അല്ലേ? ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ എ ആണ്, ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഓപ്ഷൻ ബി ആണ്, മണിപ്പൂരാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യമായിട്ടുള്ള ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി എന്നാണ്? ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി 2019 ജൂലൈ 22-നാണ്. ആറാമത്തെ ചോദ്യം, 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, KV റാബിയ. ഏഴാമത്തെ ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ഓപ്ഷൻ സി ആണ്, പട്ടം താണുപിള്ള. എട്ടാമത്തെ ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥ? ഓപ്ഷൻ ബി ആണ്, ജോസഫ് മുണ്ടശ്ശേരി. ഒൻപതാമത്തെ ചോദ്യം, കേരള പാണി എന്നറിയപ്പെടുന്ന ആരാണ്? കേരള പാണി എന്നറിയപ്പെടുന്ന ആരാ? AR രാജരാജവർമ്മയാണ്. പത്താമത്തെ ചോദ്യം, 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നാണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഓപ്ഷൻ എ ആണ്, 8 ഡിഗ്രി നോർത്ത്, 37 ഡിഗ്രി 6 ഡിഗ്രി നോർത്ത് ആണ്. 12ാമത്തെ ചോദ്യം, ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഓപ്ഷൻ ഡി ആണ്, ദ്രാസ് ആണ്. 13, ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏതാ? ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏതാ? ലഡാക്കാണ്. ഇനി അടുത്തത്, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാ? നേപ്പാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് NW1 നാഷണൽ വാട്ടർവേ 1 ബന്ധിപ്പിക്കുന്ന എവിടെയാ? അലഹബാദ് ടു ഹാൽഡിയ. ഓപ്ഷൻ ബി ആണ്, അലഹബാദ് ടു ഹാൽഡിയ ആണ്. 16ാമത്തെ ചോദ്യം, വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ ആൻഡ് വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, കർണാടകയിലാണ്. 17, ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏതാ? ഓപ്ഷൻ എ ആണ്, ലിഗ്നൈറ്റ് ആണ്. 18, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്, ജാരിയയിലാണ്. 19, ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ഓപ്ഷൻ സി ആണ്, ദിഗ്ബോയിലെ ആസാമിലെ ദിഗ്ബോയിലാണ്. 20ാമത്തെ ചോദ്യം, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഓപ്ഷൻ ബി ആണ്, റോഹ മുതൽ മംഗലാപുരം വരെയാണ്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. 1, ഭാഗം 3-ൽ പ്രതിപാദിക്കുന്നു. ശരിയാണ്. റഷ്യൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടു. തെറ്റാണ് അല്ലെ? എവിടുന്നായിരുന്നു? അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടത്. ന്യായവാദത്തിന് അർഹമാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി അല്ലെ? 1, 3, 4 ആണ് ഇതിലായിട്ട് ശരിയായിട്ട് വരുന്നു. ഓപ്ഷൻ ബി ആണ്, 1, 3, 4 ശരിയാണ്. 22ാമത്തെ ചോദ്യം, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് കണ്ടെത്താം. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഉൾപ്പെടുന്നതാണ്. രണ്ടാമത്തത്, പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. ശരിയാണ്. തുല്യമായ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യമായ വേതനം. ഇതെവിടെയാണ് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നതാണ്. ഇനി അന്താരാഷ്ട്ര സമാധാനം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അതും എവിടെയാണ് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. അപ്പോൾ ഉൾപ്പെടാത്തത് ഏതൊക്കെയാ? 3ഉം 4ഉമാണ് ഉൾപ്പെടാത്തത്. 23ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്താം. ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. തെറ്റാണ് അല്ലെ? ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി ഭാഷയിലാണ് ഏത് രചിക്കുന്നത്? പിന്നെ വന്ദേ മാതരം രചിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. 2, ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? തെറ്റാണ് അല്ലെ? ശങ്കരാഭരണം എന്നുള്ളത് തെറ്റാണ്. 3ാമത്തത്, ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ശരിയാണ്. 4ാമത്തത്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഇതും എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലേ? ആനന്ദമഠത്തിൽ നിന്നാണ് ഏതെടുക്കുന്നത്? വന്ദേ മാതരം എടുത്തത് അല്ലേ? അല്ലാണ്ട് ദുർഗേശ നന്ദിനി എന്നല്ല, ആനന്ദമഠത്തിൽ നിന്നാണ് ഏതെടുക്കുന്നത്? നമ്മുടെ വന്ദേ മാതരം അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏത് മാത്രമേ ഉള്ളൂ? ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചെന്നുള്ളത് മാത്രമേ ശരിയായിട്ടുള്ള പ്രസ്താവനയുള്ളൂ. ഇനി 24ാമത്തെ ചോദ്യം,
വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാന്ന് കണ്ടെത്തുക. ശരി അല്ലാത്തതാണ് ശരിയല്ലാത്തത്. 76 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ശരിയാണോ? ശരിയല്ലാത്തല്ലേ? തെറ്റല്ലേ? അതന്നെ തെറ്റല്ലേ? ഒന്നാമത്തെ 76 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണോ പിന്നെ വിദ്യാഭ്യാസ അവകാശം? 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേട്ടോ. 86 രണ്ടാമത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഒന്ന് മാത്രമേ എന്തുള്ളൂ? തെറ്റായിട്ടുള്ള പ്രസ്താവനയുള്ളൂ. ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രം. ഇനി 25ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് കണ്ടെത്തുക. ഒന്നാമത്തത് 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അധ്യക്ഷൻ ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. തെറ്റാണ്. മൂന്നാമത്തത് ചെയർമാനെ നിയമിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റാണ്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ് കണ്ടെത്തുക. ഇന്ത്യൻ പതാകയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്: തിരശ്ചീനമായിട്ട് മുകളിൽ നിന്ന് കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. അത് ശരിയല്ലേ അല്ലേ? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തത് 2002 ഇന്ത്യൻ പതാക നിയമത്തിന് 3 ഭാഗങ്ങളുണ്ട്. ശരിയാണ്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ. തെറ്റാണ് കേട്ടോ. 3600 2400 തെറ്റാണ്. നാലാമത്തത് ഖാദി വികസന ഗ്രാമ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണത്തിന് അനുമതി നൽകുന്നത്. അതെന്താണ്? ശരിയാ. 1ഉം 2ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളായിട്ട് വരുന്നത്. 27ാമത്തെ ചോദ്യം, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിലെ ശരിയല്ലാത്തതാണ്. ശരിയല്ലാത്തത്: ഒന്ന്, ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യകാല നാമം. തെറ്റാണല്ലേ? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഭാഗ്യവിധാത എന്നല്ല. രണ്ടാമത്തത് ആദ്യമായിട്ട് ആലപിച്ച് സർലാദേവി ചൗധറാണിയാണ്. ശരിയാണ്. മൂന്നാമത്തത് 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചു. തെറ്റാണല്ലേ? എന്നായിരുന്നു? ജനുവരി 24 അല്ലെ? 1950 ജനുവരി 24 ജനഗണമന അംഗീകരിക്കുന്നത്. നാലാമത്തത് മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ആലപിച്ചത്. തെറ്റാണ്. ആരായിരുന്നു? BN ദർ അല്ലെ? 1911 ആദ്യമായിട്ട് ഗാനം ആലപിക്കുന്നത്. അന്ന് ആരായിരുന്നു അധ്യക്ഷൻ? BN ദർ കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ? 1 തെറ്റാണ്, 3 തെറ്റാണ്, 4ഉം തെറ്റാ അല്ലെ? ഓപ്ഷൻ എ ആണ് ആൻസർ. 28ാമത്തെ ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറായ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരൊക്കെയായിരുന്നു അത്? ഓപ്ഷൻ എ അല്ലെ? സുഷമ സിംഗും അതുപോലെ ദീപക് സന്ധുവുമാണ്. 29ാമത്തെ ചോദ്യം, ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. MKSS അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. ശരിയാണ്. സ്വത്തവകാശം നിയമപരമായ അവകാശമാണോ? സ്വത്തവകാശം നിയമപരമായിട്ടുള്ള അവകാശമാണ്. ശരിയാണോ? ശരിയാണ്. ബഹുമതികൾ റദ്ദാക്കൽ ആർട്ടിക്കിൾ 18 അല്ലേ? മൗലിക അവകാശത്തിന്റെ ഭാഗത്ത് തന്നെയാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന. 30ാമത്തെ ചോദ്യം, ദേശീയ മുദ്രയായിട്ട് അശോക സ്തംഭത്തെ അംഗീകരിച്ച വർഷം ഏതാണ്? എന്നാ 1950 ജനുവരി 26 അല്ലേ? 1950 ജനുവരി 26 ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 31ാമത്തെ ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണല്ലേ? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടത്. 32, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന ഓപ്ഷൻ ബി ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 33, സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചതാരാ? സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് ഇക്ബാൽ ആണ്. 34ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസ് ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ബന്ധമില്ലാത്ത പ്രസ്താവന: 1, ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. അത് തന്നെ തെറ്റാണ്. ഒന്നാമത്തെ തന്നെ തെറ്റാണ്. ഗാന്ധിജി ആകെ ഒരു തവണയെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അത് 1924 ബൽഗാം സമ്മേളനത്തിൽ കേട്ടോ. രണ്ടാമത്തത് 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? അത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ അല്ലേ? 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. മൂന്നാമത്തത്
കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് അത് ശരിയാണ്. നാലാമത് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. തെറ്റാണ്. ആരുമായിട്ടായിരുന്നു? ഗാന്ധിജിയാണ് അല്ലെ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ 1ഉം 4ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 35ാമത്തെ ചോദ്യം 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ എ ആണ് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. 36ാമത്തെ ചോദ്യം 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതായിരുന്നു? അത്? ഓപ്ഷൻ സി ആണ് അല്ലെ, ബർദോളി സത്യാഗ്രഹമാണ്. 1928 ബർദോളി സത്യാഗ്രഹം. 37ാമത്തെ ചോദ്യം ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശരിയായവർ ആയിരിക്കുക? ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് നേതാക്കള്. 38 മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതായിരുന്നു? 1909 മിന്റോ മോർലി പരിഷ്കാരങ്ങളായിരുന്നു. 1909 മിന്റോ മോർലി പരിഷ്കാരങ്ങളായിരുന്നു. 39ാമത്തെ ചോദ്യം ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ്? ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതായിരുന്നു? 1948 ജനുവരി 30 അല്ലെ. 1948 ജനുവരി 30 40ാമത്തെ ചോദ്യം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാ? ഖാൻ അബ്ദുൽ ഗഫാർ ഖാനാണ്. 41 ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ചത് ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരുവാണ്. 42 കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാ? പയ്യന്നൂര്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാരാ? സഖാവ് EMS നമ്പൂതിരിപ്പാട്. 44 ചുവടെ തന്നിരിക്കുന്നതിൽ നിന്ന് മലബാർ കലാപവുമായിട്ട് ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ബന്ധമില്ലാത്തത് ഏതാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്? 1 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ബന്ധപ്പെട്ടതല്ല. അപ്പൊ അത് ഒന്നാമത്തത് തെറ്റാണ്. തെറ്റാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. 2 വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ട? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് ശരിയാണ്. 3ാമത് 1919 ഏപ്രിൽ 13 നടന്ന സംഭവമാണ് ഏത്? അത് വാഗൺ ട്രാജഡി അല്ല. സോറി 1919 ഏപ്രിൽ 13 ഏതാ? ജാലിയൻ വാലാബാഗ് ആണ് അല്ലെ. ജാലിയൻ വാലാബാഗ് മലബാർ കലാപവുമായിട്ട് എന്തില്ല? ബന്ധമില്ല. അപ്പൊ ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഇതും ബന്ധമില്ല. 4ാമത്തത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടത് ശരിയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബന്ധമില്ലാത്തത് ഏതൊക്കെയാ? 1ഉം 3ഉമാണ് ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. 45ാമത്തെ ചോദ്യം കല്ലുമാല സമരം സംഘടിപ്പിച്ച് സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ആണ്, അയ്യങ്കാളി. 46 സവർണ ജാഥ സംഘടിപ്പിച്ച് സാമൂഹിക പരിഷ്കർത്താവ് ആരാ? മന്നത്ത് പത്മനാഭൻ. 47ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ശരിയായ കാലഗണന ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതൊക്കെയുള്ളത്? ക്ഷേത്രപ്രവേശന വിളംബരമുണ്ട്, വൈക്കം സത്യാഗ്രഹമുണ്ട്, പാലിയം സത്യാഗ്രഹമുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹമുണ്ട് അല്ലേ. നമുക്കറിയാം ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന സത്യാഗ്രഹമാണ് ഏത്? പാലിയം സത്യാഗ്രഹം. അപ്പൊ ഏറ്റവും അവസാനം വരേണ്ടത് ഏതാ? പാലിയം സത്യാഗ്രഹമാണ്. അങ്ങനെ ഏതേ ഓപ്ഷനേ ഉള്ളൂ? ഓപ്ഷൻ ഡിയിൽ മാത്രമേ പാലിയം സത്യാഗ്രഹം ഉള്ളൂ. ഓർത്തു വെക്കുക, വൈക്കം സത്യാഗ്രഹം 1924-25 വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം ഏതാ വർഷം? 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. പാലിയം സത്യാഗ്രഹം 1947. 1947 48ാമത്തെ ചോദ്യം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാ? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത് വർഷമാണ് നടന്നത്? ഓപ്ഷൻ ഡി ആണ്, 1946. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാ? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 50ാമത്തെ ചോദ്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടെന്നു അല്ലെ. ഇന്ന് വായിച്ച VT വട്ടതിരിപ്പാടാണ്. 51 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചിട്ടുണ്ട്. ഏതാ? വേമ്പനാട്ട് കായൽ. 52 കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ട അല്ലെ. ഓപ്ഷൻ എ ആണ്, ശാസ്താംകോട്ട. 53 കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 580 പറയാറുണ്ട്, 590 പറയാറുണ്ട്. ഇവിടെ ഓപ്ഷനിൽ 580 മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ 580 എഴുതുന്നു. 54ാമത്തെ ചോദ്യം കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ ഏതൊക്കെയുള്ളത്? കബനി, ഭവാനി, പാമ്പാർ. പാമ്പാർ ഉണ്ട്, ഭവാനി ഉണ്ട്. അത് രണ്ടേ ഉള്ളൂ അല്ലേ. 2ഉം 3ഉം ഉള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 55ാമത്തെ ചോദ്യം
ആദ്യത്തെ റെയിൽ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ റെയിൽ പാത ഓപ്ഷൻ ഡി ആണ് അല്ലേ, 1961 മാർച്ച് 12-നാണ്. കേരളത്തെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കേരളത്തെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഓപ്ഷൻ എ ആണ്, പേരമ്പാടി ചുരം. 57 മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താ? മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏതാ? ഭാരതപ്പുഴയുടെ തീരത്താണ്. യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. പൂർണ്ണമായിട്ടും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം ഏതാണ്? പൂർണ്ണമായിട്ടും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം ഓപ്ഷൻ എ ആണ്, സംക്ഷേപ വേദാർത്ഥം. 60 PR ശ്രീജേഷ് താഴെ പറഞ്ഞ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയിലെ. 61 വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഇതും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു തോന്നല്ലോ അല്ലെ. 24 വാരിയെല്ലുകളാണ് ഉള്ളത്. 62 ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരാ? റെനെ ലെനെക്ക് കേട്ടോ, റെനെ ലെനെക്ക്. 63 പൂർണ്ണ ശയ്യാലംബരായ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, ആശ്വാസ കിരണാണ്. ആശ്വാസ കിരണാണ്. 64-ാമത്തെ ചോദ്യം, ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? ഓപ്ഷൻ ബി ആണ്, സ്കർവിയാണ്. 65-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? ഈച്ച മുഖേന പകരുന്ന രോഗമാണ്, ഓപ്ഷൻ ഡി ആണ്, കോളറ. 66-ാമത്തെ ചോദ്യം, ആഗോള താപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാ? ഓപ്ഷൻ എ ആണ്, നൈട്രജൻ ആണ്. 67 കിരൺ, അർക്ക, സൽകീർത്തി എന്നിവയ്ക്ക് എന്താ? വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ്. 68-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കോഴിക്കോട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ട് ശാസ്ത്രീയ പഠനം നടത്താനായിട്ട് തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, അനിൽ അഗർവാൾ ആണ്, അനിൽ അഗർവാൾ. 70-ാമത്തെ ചോദ്യം, സൈലന്റ് വാലിയെ ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ എ ആണ്, ഇന്ദിരാഗാന്ധിയാണ്. 71 ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതാണ്? ഇരുമ്പിന്റെ ധാതു അല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഓപ്ഷൻ ഡി ആണ്, സിഡറൈറ്റ് ആണ്. സോറി, ബോക്സൈറ്റ് അല്ലേ. സിഡറൈറ്റ് എന്തിന്റെ അയിരാ? സിഡറൈറ്റ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഒക്കെ എന്തിന്റെ അയിരാ? ഇരുമ്പിന്റെ അയിരാണ്. സോറി, പറഞ്ഞു മാറിപ്പോയി. ഏതാ? ബോക്സൈറ്റ് ആണ് അല്ലെ. ബോക്സൈറ്റ് എന്തിന്റെയാ? അലൂമിനിയത്തിന്റെ ആണ്. 72-ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 ബിറ്റിയോനൽ ആന്റിസെപ്റ്റിക് ആണ്, ശരിയാണ്. 2-ാമത്തത് സെക്വാനൽ ആന്റിസെപ്റ്റിക് ആണ്, തെറ്റാണ്. ഫിനോൾ ഒരു ഡിസിൻഫെക്റ്റ് ആണ്, ഡിസിൻഫെക്റ്റന്റ് ആണ്. അതെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. 1, 3 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 73-ാമത്തെ ചോദ്യം, ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയായിരിക്കും? ഓപ്ഷൻ ബി ആണ്, 2n² ആണ്. 74-ാമത്തെ ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ടിട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ശരി അല്ലാത്ത പ്രസ്താവനയാണ് 1, ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലിയാണ്, അത് ശരിയാണ്. 2, ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവാണ്, തെറ്റാണ്. 3-ാമത്തെ പ്രസ്താവന, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്, ശരിയാണ്. 4-ാമത്തത്, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്, തെറ്റാണ്. അപ്പൊ തെറ്റായ പ്രസ്താവനകൾ 2ഉം 4ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 75-ാമത്തെ ചോദ്യം, ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? ഓപ്ഷൻ സി ആണ്, -3 ആണ്. 76-ാമത്തെ ചോദ്യം, ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ യൂണിറ്റ് എന്താ? ബലത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ സി അല്ലേ, ന്യൂട്ടൺ ആണ്. 77 ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ്, ഓപ്ഷൻ സി ആണ്, സൂര്യൻ. 78 മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? ഏതായിരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ, വികിരണമാണ്. 79 താഴെ തന്നിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാന്ന് കണ്ടെത്തുക. ദോലന ചലനം അല്ലാത്തത് ഏതാ? ഇതിൽ ദോലന ചലനം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് എന്താ? ദോലന ചലനമല്ല. 80-ാമത്തെ ചോദ്യം, പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ
ക്രമീകരിച്ചിരിക്കുന്നു. അവയെ സംബന്ധിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ് കണ്ടെത്തുക. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 ഗ്ലാസ് ഷീറ്റ്, 2 കോൺവെക്സ് ലെൻസ്, 3 കോൺകേവ് ലെൻസ്. ഓപ്ഷൻ ബി ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ 2022 നടന്ന പ്രിലിംസിൻ്റെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ വേറെ PVK ആയിട്ട് നമുക്ക് കാണാം.